റൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുട്ടൊന്ന് നോക്കിക്കോട്ടോ, ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടോ. ഇത് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. നിങ്ങൾ പലരും ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാൻ അതിനു വേണ്ടി ഇവിടെ നല്ല വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം ഇതാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 1 കപ്പ് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഏത് കപ്പ് എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഈ 1 കപ്പിന് 1 കപ്പ് എടുത്തു. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം, 1 കപ്പ് മാവിന് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അല്പം മതിയല്ലോ, അല്പിഞ്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണാണ്. അപ്പോൾ ഒന്ന് തിളച്ചോട്ടെ, ഒന്ന് മൂടി വയ്ക്കാം. വേഗം തിളയ്ക്കാൻ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട്, ഉപ്പ് അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ, പത്തിരിയുടെ ഇടിയപ്പം ഏത് നമ്മൾ വറുത്ത പൊടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പുട്ടുപൊടി ഇല്ലെങ്കിൽ നമുക്ക് നല്ല അതിനേക്കാൾ സോഫ്റ്റായ പുട്ടാണിത്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു മിനിറ്റ്, ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി. ഉടനെ ഇളക്കണ്ട. അതായത് നന്നായിട്ട് വേവിച്ച് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഒരു തവിക്കണയോ എന്തെങ്കിലും മരത്തിൻ്റെ തവിയോ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഇപ്പം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തോളൂ. ഇത് ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കേട്ടോ. എല്ലായിടത്തും നനവ് എത്തുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുണ്ടാക്കി വെച്ചിട്ട് ഇതിങ്ങനെ മാവ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് ചെയ്യുക. എന്നിട്ട് തേങ്ങ ചേർക്കാതെ ഫ്രിഡ്ജിൽ വയ്ക്കുക. തേങ്ങ നമ്മൾ ഉണ്ടാക്കാൻ മാത്രം തേങ്ങ ചേർത്താൽ മതി. ഇതാണ് എൻ്റെ പരുവം. അപ്പോൾ ഇനി തണുത്ത ശേഷം നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ കറക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒറ്റ അടിക്കരുത്, 2-3 തവണയായിട്ട് ഇങ്ങനെ ഫസ്റ്റ് അങ്ങനെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ 1 തവണ ഇടാം. പക്ഷേ 2 തവണയായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 1 തവണയായിട്ട് ഇട്ട് നോക്കുവാണ്. എന്നിട്ട് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇനി കണ്ടല്ലോ, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് ഇതിങ്ങനെ മാവ് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ ഈ പുട്ടുപൊടി ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇട്ടിട്ട് ഒന്ന് കൈ ഇങ്ങനെ വാരി പിടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നനവ് അറിയാം നമുക്ക്. ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ ഉണ്ടോ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഉതിർത്തിയെടുക്കാം. ഇതാണ് അതിൻ്റെ പരുവം. ഇനിയിപ്പം നിങ്ങൾക്ക് വെള്ളം തീരെ കുറവാണെന്ന് തോന്നി നമ്മൾ ഈ മിക്സിയിലിട്ട് കറക്കുന്ന സമയത്ത് അല്പം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടില്ല, ഇതാണ് കറക്റ്റ്, നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഞാൻ ചെയ്യുമ്പോൾ തേങ്ങ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പുട്ടുപൊടിയുടെ ചില്ലയിൽ ഇട്ടാലും മതി. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ മിക്സ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടെ ടേസ്റ്റ് ആവുമല്ലോ. പിന്നെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാം. അത്ര സോഫ്റ്റാണ് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാൻ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കുറച്ച് തേങ്ങ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. നമ്മുടെ ഞാനിതിലാണ് ഉണ്ടാക്കുന്നത്, കുക്കറിലാണ്. കുക്കറിൻ്റെ വാൽവിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചിരട്ട പുട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആവി വന്നു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ആവി വന്നിട്ട് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോഴാണ് ശരിക്കും അത് വേവുള്ളൂ. ആവി 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനിയിപ്പം അടുത്തതിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ പാത്രത്തിൽ നിന്ന് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ, പൊട്ടിപ്പോവാതിരിക്കാനായിട്ട്. നല്ല സോഫ്റ്റ്, വളരെ സോഫ്റ്റാണ്.
ഇനി നമുക്ക് ഇത് വേണ്ടത് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കടലക്കറി കൂട്ടി കഴിക്കാം. ഉണ്ടോ, ഇത് കണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെറുതെ ആയാലും ഉണ്ട്. നല്ല വളരെ സോഫ്റ്റാണ്, ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. മുകളിൽ തേങ്ങയാണേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത്തിരി ക്യാരറ്റും കൂടെ ചേർക്കുകയാണ്. ക്യാരറ്റും കൂടെ ചേർത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയാണ്. ക്യാരറ്റ് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ക്യാരറ്റ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഒത്തിരി തിക്കായിട്ട് നിറയ്ക്കരുത്, അതൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ആദ്യമൊക്കെ പാചകം ചെയ്യുന്നവർക്ക് അതൊന്നും അറിയില്ല. നമ്മൾ ഒരിക്കലും എന്താ പറയുക, അങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കരുത്. നമുക്കതും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പുട്ട് ചെയ്ത് നോക്കണം. ദാണ്ട നല്ല കളറാണ്. ഞാൻ പറഞ്ഞല്ലോ, കറിയില്ലെങ്കിലും നല്ല സുഖമായിട്ടിത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, വെറുതെയോ അല്ലെങ്കിൽ കടലക്കറിയുടെ കൂടെയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. ഞാനിതിനകത്തേക്ക് കുറച്ച് കടലക്കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കടലക്കറി വയ്ക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലതരത്തിലും കടലക്കറി ചെയ്യാറുണ്ട്. നല്ല കുറുകിയ കടലക്കറിയാണിത്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.